The tone of today's report is set on page 1. Dear Secretary of State, the National Health Service is in serious trouble. A statement the Prime Minister himself ran with today. Until this morning, we didn't know the full scale of the damage which is laid bare in the report. Even Lord Darcy, with all his years of experience, is shocked by what is discovered. It is unforgivable. NHS ഇംഗ്ലണ്ടിൻ്റെ നേഴ്സിംഗ് വേക്കൻസികൾ 40,000 കടന്ന സമയത്താണ് ലോർഡ് ഡാൻസിയുടെ ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK NHS ഒരു ക്രിട്ടിക്കൽ സീരിയസ് കണ്ടീഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിനൊരു മേജർ ഓപ്പറേഷൻ നടത്തണം. ആ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകണം എങ്കിൽ മാത്രമേ യുകെയിലെ NHS നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നാണ്. The big picture finding is the NHS is in a serious critical condition, but the vital signs are normal, which will suggest that we can do something about this. To do it well, we need to engage the whole staff, patients, the public, the political leadership, all aligned to make that change happen as quickly as we can, because we can't wait. UK NHS ഈ ഒരു 50 വർഷത്തിനുള്ളിൽ അതിൻ്റെ പ്രോഗ്രസ് ബാക്ക്വേർഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ കൂടിയാണ് ഇപ്പോഴേ കടന്നു പോകുന്നത്. ഇതിനൊരു പ്രോഗ്രസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ UK ഗവൺമെൻറ് ഈ ഒരു NHSന് വേണ്ടി ഫണ്ടിങ് കൊടുക്കാതെ യാതൊരു രക്ഷയുമില്ല. ഇപ്പോഴേകദേശം ഒരു 37 ബില്യൺ പൗണ്ടിൻ്റെ കുറവാണ് UK NHSനുണ്ടാകുന്നത്. അടുത്ത ഒക്ടോബർ 30 അടുത്ത ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് വരുന്നത്. ഈ ഒരു ബജറ്റിലാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ. നമുക്കറിയാം, നിങ്ങളെപ്പോലെയുള്ള 100 കണക്കിന് ആൾക്കാരാണ് UKയിലെ NHS ഹോസ്പിറ്റലുകളിലെ ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ പറയാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി ഈ ഒരു ബജറ്റിൽ ഫണ്ട് അനുവദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം ഈ ഒരു ബജറ്റിൽ ഫണ്ട് അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോഴത്തെ വിൻ്റർ കാലം, അതായത് ഇവിടുത്തെ വിൻ്റർ സീസണാണ് ഇനിയിപ്പോഴേ വരാൻ പോകുന്നത്. ഇത് കുറച്ചുകൂടി വേഴ്സ് ആകാനായിട്ട് പോകുന്നു. കാരണം കൂടുതൽ രോഗികൾ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു സമയമാണ് വിൻ്റർ ടൈം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഹോസ്പിറ്റലുകളിൽ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നേരെ ഈ ഒരു ഹോസ്പിറ്റൽ NHS ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. In terms of the spending in the last decade, we inherited an absolute economic mess from the Labour Party. The deficit was double what it is today, and unemployment was almost double what it is today. Inflation was higher, the economy was not growing in the way that it was at the time of the general election, and so we had to deal with the public finances. But the one thing we always did was protect NHS funds. നമുക്കറിയാം, ഇപ്പോഴേ UKയിലെ NHS ഹോസ്പിറ്റലുകളിൽ തന്നെ ധാരാളം ആൾക്കാരാണ് വിവിധ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴ് ഈ ഒരു അടുത്തിടെ കാണാൻ തുടങ്ങിയ ഒരു കാര്യമാണ് ഈ ഒരു അസോസിയേറ്റ് നേഴ്സിംഗ് ഒക്കെ പഠിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈ ഒരു 4 വർഷം ഈ ഒരു അസോസിയേറ്റ് നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കൂടി ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാൻഡ് 5 ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഇപ്പോഴേ NHS ഹോസ്പിറ്റലുകളൊക്കെ ഇതിനെല്ലാം വേണ്ടുന്നത് ഫണ്ടിങ് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടിങ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ UKയിലെ NHS റിക്രൂട്ട്മെൻറ്റുകൾ ഒരു ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസത്തോടെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഈ ഗവൺമെൻറ്റിനെ ഇപ്പോൾ വലിയ രീതിയിൽ ഈ ഒരു NHSലെ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ട് ഗവൺമെൻറ് കാണുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഒക്ടോബർ 30 ഈ വരുന്ന ബജറ്റിൽ അവർ ഫണ്ട് അനുവദിച്ചുകൊണ്ട് റിക്രൂട്ട്മെൻറ്റുകൾ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നു. പ്രധാനമായിട്ടും 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അനലോഗിൽ നിന്നും ഡിജിറ്റൽ NHSലേക്ക് മാറുക. അതുപോലെ തന്നെ NHS ഹോസ്പിറ്റലുകളുടെ കുറേ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് മാറുക. സിക്നസ് ടു പ്രിവെൻഷൻ, ഈ 3 കാര്യങ്ങളിലാണ് അദ്ദേഹം ഊന്നൽ നൽകുന്നത്. Moving from an analog to a digital NHS. We've got to shift more care from hospitals to communities. We have got to be much bolder in moving from sickness to prevention. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നോ ഇൻവെസ്റ്റ്മെൻറ്റ് വിത്തൗട്ട് റിഫോം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഏകദേശം ഒരു നീ സർജറിക്ക് വേണ്ടി 2.5 വർഷം വരെയാണ് കാത്തു നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഹെൽത്ത് സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗ് പറഞ്ഞത് കഴിഞ്ഞ ഒരു 6 മാസക്കാലമായിട്ട് ഏകദേശം 1.5 മില്യൺ കുട്ടികളാണ് ഒരു A&E അപ്പോയിൻമെൻറ്റിന് വേണ്ടി 6 മണിക്കൂറുകളോളം ഇപ്പോഴേ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിയാണ് UK NHS കടന്നു പോകുന്നത്.
അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇപ്പോഴേ UK-ലെ NHS റിക്രൂട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മിക്കവാറും എനിക്കൊന്ന് ജനുവരി മുതൽ ഒരു നല്ല സമയം ഉണ്ടാകാനായിട്ട് പോകുന്നു. കാരണം ഇവർക്ക് റിക്രൂട്ട്മെൻറ്റുകൾ നടത്താതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഏകദേശം NHS ഇംഗ്ലണ്ടിൻ്റെ മാത്രം ടോട്ടൽ വേക്കൻസികളാണ് 40,000 ഇപ്പോൾ കാണുന്നിരിക്കുന്നത്. ഓൾ UK-ൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60,000-ൽ പരം വേക്കൻസികൾ ഇപ്പോഴും കാണും. ഇവിടുന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കുറവാണ്. നമുക്കറിയാം നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ പഠിക്കുന്നത്. ബ്രിട്ടീഷുകാരായിട്ടുള്ള കുട്ടികൾ വളരെയധികം കുറവാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ കൊണ്ട് മാത്രം അവർക്ക് ഈ ഒരു നേഴ്സിംഗ് ജോലികൾ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. മാത്രമല്ല ഇപ്പോൾ ഇൻ്റർനാഷണലി റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അതിൽ നിന്നും പിൻവലിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം മറ്റുള്ള രാജ്യങ്ങളിലേക്ക്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോഴും കണ്ടിന്യൂസ്ലി നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആ വലിയ ഒരു രീതിയിൽ നമ്മൾ കണ്ടില്ലേ, ഒരു 5,000 10,000 അങ്ങനെയുള്ള ഒരു രീതിയിലൊന്നും ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റുകൾ നടന്നില്ല. വെയിൽസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. വെയിൽസ്, സ്കോട്ട്ലൻഡ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിൽ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. NHS-ൻ്റെ ഇംഗ്ലണ്ടിലാണെന്നുണ്ടെങ്കിലും ക്രിട്ടിക്കൽ കെയറിലൊക്കെ ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ ഇപ്പോഴ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പീഡിയാട്രിക്സ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. പക്ഷേങ്കിൽ വളരെയധികം കുറച്ച് നമ്പർ ഓഫ് നേഴ്സസിനെയാണ് അവർ ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ NHS-ൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ വേക്കൻസികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS അല്ലെങ്കിൽ OET ഇതൊക്കെ നിങ്ങളുടെ എക്സ്പയർ ആവാൻ പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ തന്നെ ഒന്നുകിൽ നോർക്ക ത്രൂവിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ത്രൂവിൽ നിങ്ങൾ പോവുക. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം UK-യിൽ തന്നെയുള്ള ഏജൻസികൾ, റിപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസികൾ ഒരു പൈസ പോലും കൊടുക്കേണ്ട, അവരൊക്കെ ഇതേപോലൊക്കെ വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഇപ്പോഴും റിക്രൂട്ട്മെൻറ്റുകൾ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് CV അയച്ചു കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് NHS UK-യുടെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 3-4 കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. NHS UK ഇതേപോലൊക്കെ തന്നെ നേഴ്സസിൻ്റെ വലിയ ഷോർട്ടേജ് അനുഭവിക്കാനായിട്ട് പോവുകയാണ്. കാരണം ധാരാളം ആൾക്കാരാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ എയർലി റിട്ടയർമെൻറ്റ് എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ NHS-ൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ആ അത്രയും കൊഴിഞ്ഞു പോകുന്ന ആൾക്കാർ മറുവശത്തോടു കൂടി ഒരു ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസികൾ പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഇപ്പോഴ് NHS ഇംഗ്ലണ്ട് നേരിടുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു UK-യിൽ വന്ന് നേഴ്സിംഗ് പഠിക്കുന്നുണ്ട് വല്ല ലാഭമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. UK-യിൽ വന്ന് നേഴ്സിംഗ് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 3 വർഷം പഠിക്കുമ്പോൾ എനിക്കൊരു 40 lakhs-ഓളം, നമ്മളൊരു 40,000 pound-ഓളം നമുക്ക് ചിലവാകും. അതിൽ കുറച്ച് പൈസയൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെയൊക്കെ തന്നെ ഇവിടെ വന്ന് നിങ്ങൾ ജോലി ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷേ ഫുള്ളി ഫീസൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ അത് വർത്താണ്. കാരണം ഇവിടെ 3 വർഷം വന്ന് പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഈ 3 വർഷം നല്ല രീതിയിൽ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കോഴ്സ് ഫിനിഷ് ചെയ്ത് പാസ് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിൻ നമ്പർ ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പറയുന്നത്. 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്, ദുരിതങ്ങളുണ്ട്. കാരണം നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോകണം, അതേപോലെ തന്നെ നിങ്ങൾ ജോലിക്ക് പോകണം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അധികം ടൈമൊന്നും നമുക്ക് ലഭിക്കത്തില്ല. കുറേ കാര്യങ്ങൾ നമുക്ക് എഴുതാനും പഠിക്കാനുമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ് ഈ 3 വർഷം. പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഇപ്പം നമ്മൾ പഠിച്ചിട്ട് ഒരു 10 ലക്ഷം രൂപ മുടക്കി 4 വർഷം പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറ്റുള്ള രാജ്യത്തിലേക്ക് ഒരു ജോലി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ UK വന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നമ്മൾ അപ്ഡേഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.